വല്യേട്ടൻ ആരെ എന്നതിനെ ചൊല്ലി CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വിദ്യാലയങ്ങൾ മുതൽ സഹകരണ സംഘങ്ങളിൽ വരെ ഇരുകൂട്ടരും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു തർക്കം കാരണം മിൽമയുടെ പാൽ സംഭരണ കേന്ദ്രം ഇല്ലാത്ത ഒരു പഞ്ചായത്തുണ്ട് ആലപ്പുഴ ജില്ലയിൽ. ചുരക്കര പഞ്ചായത്തിലെ കരിമുളയ്ക്കൽ ക്ഷീര വ്യവസായ സംഘം വർഷങ്ങളായി ഭരിക്കുന്നത് CPI ആണ്. ഭരണം പിടിച്ചെടുക്കാൻ CPM പലതവണ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. കർഷകരല്ലാത്തവർ ഭരണം നടത്തുകയും കർഷകരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ അവർക്ക് സമയമില്ല. അതിനൊപ്പിച്ച് ക്ഷീരവികസന ഉദ്യോഗസ്ഥരും ഭയപ്പെട്ടും കൊണ്ട് അവരെ സഹായിക്കാൻ നിലകൊള്ളുന്നു. കരിമുളയ്ക്കൽ ക്ഷീര വ്യവസായ സംഘത്തിന് ബദലായി രൂപീകരിച്ചതാണ് ചുനക്കര ക്ഷീര കർഷക സംഘം. ഇവരുടെ 3 കേന്ദ്രങ്ങളിലായി 100-ലധികം കർഷകർ പാൽ അളക്കുന്നുണ്ട്. കർഷകന് സാമാന്യം നല്ല വില കൊടുത്ത് പാലെടുക്കുന്നുണ്ട്. അത് പുറത്ത് വിൽപ്പന നടന്നിട്ട് ആ ലാഭമാണ് കർഷകന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കല്യാണം, അമ്പലങ്ങളിലെ ഓരോ കാര്യങ്ങളൊക്കെ വരുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ അവിടെ കൊടുക്കുന്നുമുണ്ട്. ഏകദേശം ഒരു 160-175 ഇങ്ങനെ ലിറ്റർ രാവിലെ ഉച്ചയ്ക്കാണെങ്കിൽ ഒരു 110-120 ലിറ്റർ പാലോളം ആക്കുന്നുണ്ട്. ക്ഷീര വ്യവസായ സംഘമുള്ളതിനാൽ ക്ഷീര കർഷക സംഘത്തിൽ നിന്ന് മിൽമ പാലെടുക്കില്ല. ഇത് സാധാരണക്കാരായ കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. പിന്നെ ഇവിടുത്തെ കുറച്ച് ക്ഷീര കർഷകർ ചേർന്ന് ഒരു പ്രത്യേക സംഘം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്ന് ജീവിച്ചു പോകുന്നു കഷ്ടിമിഷ്ടിച്ച്. സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളൊന്നും ക്ഷീര കർഷകരുടെ കയ്യിലെത്തുന്നില്ല. പിന്നെ ആക്കളെ വിറ്റോ, പിന്നെ പാല് വീട്ടുകാർക്ക് ഇച്ചിരി പാല് കൊടുത്തോ ഒക്കെ ഞങ്ങൾ അത്താഴപ്പട്ടിണി ഇല്ലാതെ ജീവിച്ചു പോകുന്നു. ഇരുകൂട്ടരും തമ്മിലുള്ള വ്യവഹാരങ്ങൾ കോടതിയിലുമുണ്ട്. CPM നേതാവ് G. സുധാകരന്റെയും CPI നേതാവും കൃഷിമന്ത്രിയുമായ P. പ്രസാദിന്റെയും കുടുംബ വീടുകൾക്ക് വെളിപ്പാടകലെയാണ് കർഷകരെ വലയ്ക്കുന്ന ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിലുള്ള തർക്കം നടക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.